പാലക്കാട് കൂട്ടുപാതയിൽ വാഹനാപകടത്തിൽപ്പെട്ട റോഡിൽ വീണുപോയ ആളിൽ നിന്നും പണം തട്ടിയതായി പരാതി. പരിക്കേറ്റ ആനന്ദിന്റെ ബൈക്കിടിച്ച് മറ്റൊരാൾക്ക് പരിക്കേറ്റുവെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ 2 പേർ പിടിയിലായി. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവമുണ്ടായത്. പുതുശ്ശേരിയിലെ വീട്ടിൽ നിന്നും കൂട്ടുപാതയിലെ ജിമ്മിലേക്ക് പോവുകയായിരുന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ സയന്റിഫിക് ഓഫീസറായ ആനന്ദ്. ഇരുചക്ര വാഹനത്തിലാണ് ആനന്ദ് പോയിരുന്നത്. പെട്ടെന്ന് വാഹനത്തിന് മുന്നിലേക്ക് ഒരു കാൽനട യാത്രക്കാരൻ കയറി വരികയും അദ്ദേഹത്തെ വാഹനം ഇടിക്കുകയും ചെയ്തു. വാഹനമിടിച്ച ശേഷം കാൽനട യാത്രക്കാരൻ എഴുന്നേറ്റ് പോയെങ്കിലും ആനന്ദിന് മൂക്കിനും ചുണ്ടിനുമൊക്കെ പരിക്കേൽക്കുകയുണ്ടായി. 3 മണിക്കൂർ നേരം ആനന്ദ് റോഡിൽ കിടന്നു. സമീപത്തെ ആനന്ദ് ഭവൻ ഹോട്ടലിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന പുതുശ്ശേരി നീലിക്കാട് സ്വദേശി സുരേഷ് 3 മണിക്കൂർ അബോധാവസ്ഥയിലുള്ള ആനന്ദിനെ ആരെയും അറിയിക്കാതെ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ഇരുത്തുകയും ശേഷം ചെറിയ രീതിയിൽ ബോധം വന്ന ശേഷം സഹായി എന്ന നിലയിൽ ആനന്ദിനെ വീട്ടിലെത്തിക്കുകയും ചെയ്തു. കാൽനട യാത്രക്കാരന് വലിയ പരിക്കാണെന്നും ചിലവിനായി പണം വേണമെന്നും ഇയാൾ ആനന്ദിന്റെ അമ്മയോട് ആവശ്യപ്പെട്ടു. കുറച്ചു പണം അവർ ഗൂഗിൾ പേ വഴി കൊടുത്ത ശേഷം ബാക്കി അടുത്ത ദിവസം രാവിലെ നൽകാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പ്രതിയായ സുരേഷ് ആനന്ദിന്റെ വീട്ടിലെത്തി പല നുണകൾ പറഞ്ഞ് 4000 രൂപ കൂടി ആവശ്യപ്പെട്ടു. ഇയാളുടെ ചെയ്തികളിൽ സംശയം തോന്നിയ ആനന്ദിന്റെ കുടുംബം കസബ പോലീസിൽ പരാതി നൽകിയിരുന്നു. കൂടുതൽ പണം വാങ്ങാനായി എത്തിയപ്പോഴാണ് ആനന്ദിന്റെ വീട്ടിൽ വെച്ച് പ്രതി പോലീസ് പിടിയിലായത്. പണം തട്ടാൻ സുരേഷിനൊപ്പം നിന്ന മലപ്പുറം ചങ്ങരംകുളം സ്വദേശിയായ 47-കാരൻ നജീമുദ്ദീനെയും കസബ പോലീസ് പിടികൂടി. ഹൈവേയിൽ അപകടം സംഭവിക്കുന്നവരെ നോട്ടമിടുകയും സഹായിക്കുക എന്ന വ്യാജേന പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കൈക്കലാക്കുകയും ചെയ്യുന്നത് സുരേഷ് വർഷങ്ങളായി തുടരുന്നതായാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. അപകടത്തിനിടയിൽ ആനന്ദിന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പാലക്കാട് കസബ പോലീസ് ഇൻസ്പെക്ടർ എം സുജിത്, SI-മാരായ H ഹർഷാദ്, K മനോജ് കുമാർ, A ജതി, TP യേശുദാസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ R രാജീത്, C സുനിൽ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അയാളുടെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം കേസിൽപ്പെടുത്തും എന്ന് പറഞ്ഞ് വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ഇവിടെ പൈസ തട്ടിയെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അന്ന് പൈസ തട്ടിയെടുത്തതിന് ശേഷം അടുത്ത ദിവസം വീണ്ടും പോയി വേറൊരു ഫോൺ നമ്പറിൽ നിന്ന് വേറെ ആളെ കൊണ്ട് കൂട്ടുപ്രതിയായിരുന്ന നിജാമുദ്ദീനെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഇത് അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ വലിയ കേസാവും, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയും, എത്രയും രൂപ ഞങ്ങൾക്ക് തരണം, അങ്ങനെ വീണ്ടും ഭീഷണിപ്പെടുത്തുകയും സംശയം തോന്നിയിട്ട് ഈ വിവരം പോലീസിൽ അറിയിക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോലീസുകാർ അന്വേഷണം നടത്തിയതിൽ ഇവർ ഈ പരിക്ക് പറ്റിയ ആനന്ദിന് യാതൊരു ചികിത്സയും നൽകാതെ 2-2.5 മണിക്കൂറോളം ബോധമില്ലാത്ത ആളെ തടഞ്ഞു വെച്ച് അതിനുശേഷം അയാളെ കബളിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. അതിന് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. പ്രതികളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. UTV ന്യൂസ്, പാലക്കാട്.